ബിസിനസ് കോച്ചിങ്ങിനിടെ ഒരു ക്ലയന്റ് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതീവ ബുദ്ധിയും അതീവ കഴിവുള്ള ആളാണ്, പക്ഷെ ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല. ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലുമില്ല സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് നമ്മുടെ ഒക്കെ ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര ബുദ്ധിയും കഴിവുള്ള ആളുകൾ ജീവിതത്തിൽ എവിടെ എത്താത്തവർ എന്തുകൊണ്ടാണ് ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 3 പ്രധാന കാരണങ്ങൾ അതിലുള്ളത്. അതിലൊന്നാമത്തത്, ഇവർക്ക് ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് തന്നെ തലങ്ങനെ നന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരാശയം, ലഞ്ച് കഴിക്കുമ്പോൾ വേറൊരാശയം, ഡിന്നർ കഴിക്കുമ്പോൾ വേറൊരാശയം. ആശയങ്ങൾ മാറി മാറി വന്നിട്ട് ഒരാശയത്തിലും ഒരു 3 to 5 years കൊടുത്ത് ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് കഴിയില്ല. പുതിയ ആശയങ്ങളിൽ നിന്ന് 1 to 1 ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും എവിടെ എത്തില്ല. രണ്ടാമത്തത്, അവർക്ക് ഈ ഓവർ തിങ്കിങ് ഉള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെ അത് അങ്ങനെ ആയാലോ ഇത് ഇങ്ങനെ ആയാലും, നമ്മൾ മർമ്മം കൂടുതൽ അറിഞ്ഞാൽ അടിവിടാൻ പറ്റില്ല എന്നറിഞ്ഞില്ല. അത് അങ്ങനെ ആയാലോ, എന്നാൽ മർമ്മം അറിയാത്തവനോ ശിഷ്കാരി ശമ്പു അടിക്കുകയും ചെയ്യാം. അപ്പോൾ അതങ്ങനെ ആയാലോ ഇത് ഇങ്ങനെ ആയാലോ അതങ്ങനെ ആയാലോ എന്ന് ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ പേടിയായിരിക്കും. മൂന്നാമത്തത് പ്രധാനപ്പെട്ടത്, അവർക്കൊരു പെർഫെക്ഷനിസ്റ്റ് ഉണ്ടാവും. ഞാൻ ഭയങ്കര ബുദ്ധിയും ഭയങ്കര കഴിവുള്ള ആളാണല്ലോ, ഞാൻ ചെയ്യുന്ന പണി പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയ ഒരു പണി എന്ന് പറഞ്ഞാൽ ലോകത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പണിയും ചെയ്യൂല. കാരണം പെർഫെക്ഷനിസ്റ്റിലേക്ക് നോക്കി 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 എഴുതിയത് മൊത്തം കീറി ചെയ്തത് മൊത്തം മാറ്റി വെച്ച് ഒന്നിനും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അവർ പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു വിഷയം നടക്കണമെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ 3 മുതൽ 5 വർഷം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. സ്റ്റിക്ക് ഓൺ യുവർ ഗോൾസ്.